സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് ഒറ്റയടിക്ക് 115 രൂപ വർദ്ധിച്ച് 10,480 രൂപയായി. പവന് 920 രൂപ കൂടി 83,840 രൂപയായി. വിവരങ്ങളുമായി ബീന റാണി ഒപ്പം ചേരുന്നു. ബീന റാണി, ഇതെങ്ങോട്ടാണ് പൊന്നിന്റെ പോക്ക്? കൃഷ്ണരാജ, തീർച്ചയായും വലിയ ഒരു ആശങ്കയാണ് സ്വർണ്ണ ആഭരണ പ്രിയർക്ക് ഇപ്പോൾ ഈ സ്വർണ്ണവില ഉയരുന്നത് കൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രതിദിനം എന്നോണം ഏതാണ്ട് ഉയർന്ന നിരക്കിൽ തന്നെയാണ് വർധനവും ഉണ്ടാകുന്നത്. ഇന്നു മാത്രം പവന് 920 രൂപ വർദ്ധിച്ചു. ഇന്നലെ 2 തവണയായിട്ടാണ് സ്വർണ്ണവിലയിൽ വർധനവുണ്ടായത്. ഏതായാലും ഇന്ന് ഒരു പവന്റെ വിപണിയിലെ വില 83,840 രൂപയാണ്. അതായത് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ GSTയും പണിക്കൂലിയും എല്ലാം അടക്കം ഏതാണ്ട് 92,000 മുകളിൽ നൽകണമെന്ന ഒരു അവസ്ഥയിലേക്ക് സ്വർണം എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 1 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ 12,000 രൂപ വേണ്ടി വരും. എന്തായാലും സ്വർണത്തിന്റെ വില ഇങ്ങനെ നിരന്തരമായി ഉയർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ പോലും ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വലിയ കുറവ് കാണുന്നില്ലെന്നാണ് വിപണിയിലുള്ളവർ പറയുന്നത്. പ്രധാനമായും ഉത്സവ സീസൺ, ദീപാവലി, നവരാത്രി അടക്കമുള്ള ഉത്സവ സീസൺ അടുത്തു വരുന്നതിനാൽ സ്വർണത്തിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നുണ്ട്. അതും വിലയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് എന്ന് കാണാം. എന്തായാലും അന്താരാഷ്ട്ര വിപണിയിലെ വില വ്യതിയാനമാണ് ആഭ്യന്തര വിപണിയെയും സ്വാധീനിക്കുന്നത്. പ്രധാനമായും ഈ ഇറക്കുമതി തീരുവകൾ, നികുതികൾ എന്നിവയൊക്കെ സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും, എന്ത് അനിശ്ചിതത്വങ്ങൾ ഉണ്ടായാലും അതൊക്കെ സ്വർണ്ണവിലയെ കാര്യമായി സ്വാധീനിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ഉള്ളത്. ഡോളർ രൂപ വിനിമയ നിരക്കിലെ വ്യത്യാസമടക്കം എല്ലാ കാര്യങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനെ അനിശ്ചിതത്വം ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ തന്നെ സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി നിക്ഷേപകർ കാണുന്നതും ഈ സ്വർണ്ണവില വർധനവിന് കാരണമാകുന്നുണ്ട്. കാരണം സ്വർണം കൂടുതൽ വാങ്ങി വെച്ചാൽ അത് കൂടുതൽ നേട്ടം കൊയ്യുമെന്ന ഒരു ധാരണ നിക്ഷേപകരെ സ്വർണത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. എന്തായാലും വിവാഹ വിപണിയെ, പ്രത്യേകിച്ച് കേരളത്തിൽ സ്വർണം ഒരു അവശ്യ വസ്തു എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വൈകാരിക വസ്തു എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്നത് കൊണ്ട് സ്വർണ്ണവിലയിലെ ഈ വർധനവ് വലിയ വിവാഹ വിപണിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സ്വർണം ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവായാണ് മലയാളികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ വിപണിയിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായതായി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ വില ഉയരുന്നത് വ്യാപാരികളെയും ചില കോണുകളിൽ നിന്ന് നോക്കിയാൽ പ്രതിസന്ധിയിലാക്കുന്നത് കാണാം. അതായത് പ്രീ ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ മിക്ക ആഭരണശാലകളും നൽകുന്നുണ്ട്. അതനുസരിച്ച് ബുക്ക് ചെയ്ത സ്വർണം അതേ വിലയ്ക്ക് തന്നെ അവർക്ക് പിന്നീട് ഉയർന്ന വില എത്തുമ്പോഴും അതേ വിലയ്ക്ക് തന്നെ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവരെയും എത്തിക്കുന്നുണ്ട്. എന്തായാലും ഇനിയും വില കൂടും എന്ന് തന്നെയാണ് വിപണി വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കാരണം രാജ്യാന്തര തലത്തിലും ഉള്ള അനിശ്ചിതത്വങ്ങളും ഒപ്പം തന്നെ മറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കുമെന്ന ഒരു കണക്കുകൂട്ടലിലാണ് വിപണി വൃത്തങ്ങൾ. ശരി, സ്വർണ്ണവില വീണ്ടും കുത്തനെ കൂടുകയാണ്. ഇന്ന് 10,480 രൂപയാണ് ഒരു പവന്റെ വില. 920 രൂപ കൂടുന്നു. ഗ്രാമിന്റെ വിലയാണ് ഒരു പവന് 83,840 രൂപ. വിവരങ്ങൾ നൽകുകയായിരുന്നു ബീന റാണി.